ഡൽഹി മദ്യനയ കേസിൽ BRS നേതാവും മുൻ തെലങ്കാന മുഖ്യമന്ത്രിയുമായ കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കെ കവിത ഇന്നലെ അറസ്റ്റിലായിരുന്നു. കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് അറസ്റ്റിലാകുമോ എന്ന അഭ്യൂഹവും ഡൽഹിയിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലും ശക്തമാകുന്നു. മാത്രമല്ല ആം ആദ്മി ഒരു തിരിച്ചടിക്ക് പോലും തയ്യാറാകുന്ന രീതിയിലുള്ള സൂചനയാണ് വരുന്നത്. എന്താണ് ഡൽഹിയിലെ മദ്യനയ അഴിമതി കേസ്? 24 ഒബ്സർവർ ബി ദിലീപ് കുമാർ പരിശോധിക്കുന്നു. ഗുഡ് മോർണിംഗ് ബി ദിലീപ് കുമാർ, പറയൂ താങ്കളുടെ നിരീക്ഷണം. ഗുഡ് മോർണിംഗ് SKN. ഈ അഴിമതിക്കെതിരായ പോരാട്ടം എന്ന നിലയിലാണ് ആം ആദ്മി പാർട്ടി രൂപീകരിക്കപ്പെടുന്നത്. തന്നെ നേരത്തെ അണ്ണാ ഹസാരെ നടത്തിയ അഴിമതി വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ, ഉപമുഖ്യമന്ത്രി ഇപ്പോൾ ജയിലിൽ കഴിയുന്ന മനീഷ് സിസോദിയ തുടങ്ങിയവർ. ആ അണ്ണാ ഹസാരെ പ്രസ്ഥാനത്തിൻ്റെ ചുവട് പിടിച്ചാണ് പിന്നീട് ആം ആദ്മി പാർട്ടി രൂപീകരിക്കുന്നത്. അഴിമതിയെ തുടച്ചു നീക്കും ചൂലുകൊണ്ട്, അവരുടെ പാർട്ടി അടയാളം ചൂലാണ്, ആ ചൂലുകൊണ്ട് തുടച്ചു നീക്കും എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ജനവിധി തേടിയത്. ആ ജനവിധി, ഡൽഹിയിലെ ജനവിധി ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംശയ നിഴലിലാണ്. പ്രത്യേകിച്ച് കേന്ദ്ര ഏജൻസികൾ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, നേരത്തെ CBI, ഇവരൊക്കെ ഈ കേസ് അന്വേഷിച്ചതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഹാജരാകണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നതാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. പക്ഷേ അദ്ദേഹം ഇതുവരെ ഇത് ഹാജരായിട്ടില്ല. ഇന്ന് ഹാജരാകണം എന്നാണ് ഇപ്പോൾ ഡൽഹിയിലെ റൌസ് അവന്യൂ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമോ എന്ന അഭ്യൂഹം വളരെ ശക്തവുമാണ്. ഈ അഴിമതി കേസിന് ആധാരമായിട്ടുള്ള ഡൽഹി മദ്യനയം 2021-22 കാലത്തെ മദ്യനയമാണ്. അത് ഈ കോവിഡിൻ്റെ 2ാം തരംഗം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിന്ന കാലത്താണ് ഡൽഹി സർക്കാർ പുതിയ മദ്യനയം കൊണ്ടുവന്നത്. ഡൽഹിയിലെ മദ്യവിൽപ്പന സർക്കാർ നിയന്ത്രണത്തിലുള്ളതായിരുന്നു. ഈ സർക്കാർ നിയന്ത്രണം നീക്കിക്കൊണ്ട് സ്വകാര്യ കമ്പനികളെ ഈ മദ്യവിൽപ്പന ഏൽപ്പിക്കുക, അതുവഴി ഉപഭോക്താക്കൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനം നൽകുക, മദ്യവിൽപ്പനയിലൂടെ വലിയ വരുമാനം നേടുക, ഇതായിരുന്നു പ്രധാനമായും ഈ മദ്യനയത്തിലൂടെ ആം ആദ്മി പാർട്ടിയും സർക്കാരും ഡൽഹി സർക്കാരും ലക്ഷ്യമിട്ടിരുന്നത്. മദ്യവിൽപ്പന വലിയ തോതിൽ വർദ്ധിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം വലിയ തോതിലുള്ള ഡിസ്കൗണ്ടുകൾ, കിഴിവുകളൊക്കെ നൽകിയാണ് ഉപഭോക്താക്കളെ ഈ മദ്യശാലകൾ ആകർഷിച്ചിരുന്നത്. ഈ സ്വകാര്യ വ്യക്തികൾ ലൈസൻസ് നേടിയവർ 32 സോണുകളായി ഡൽഹിയെ തിരിച്ചിട്ടാണ് ഈ സോണുകളിൽ മദ്യവിൽപ്പനശാലകൾ, ഏതാണ്ട് 30ഓളം മദ്യശാലകൾ ഒരു സോണിൽ എന്ന നിലയിൽ ആരംഭിച്ചത്. അത് ഈ സ്വകാര്യ വ്യക്തികൾ ഇത് മദ്യശാലകൾ ആരംഭിക്കുമ്പോൾ ഒരു മത്സരം എന്ന നിലയിൽ അവർ വലിയ തോതിലുള്ള കിഴിവുകൾ ഈ മദ്യവിൽപ്പനശാലയിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിനായി നൽകുകയും ആളുകൾ കൂടുതൽ പേർ ഇവിടങ്ങളിലേക്ക് എത്തുകയും ചെയ്തു. ഇത് വലിയ വിമർശനത്തിന്, BJPയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ വിമർശനത്തിന് ഇടയാക്കി. ഇതിനിടെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അദ്ദേഹം VK സക്സേന ഡൽഹി ചീഫ് സെക്രട്ടറിയോട് ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു. ആ റിപ്പോർട്ടിലാണ് മനീഷ് സിസോദിയ അടക്കമുള്ളവർ, അദ്ദേഹത്തിനായിരുന്നു എക്സൈസ് വകുപ്പിൻ്റെ ചുമതല, വലിയ ഗൂഢാലോചന നടത്തിയാണ് ഈ ഡൽഹി മദ്യനയത്തിൽ ഇത്തരത്തിലൊരു മാറ്റം വരുത്തിയത് എന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. തുടർന്ന് VK സക്സേനയാണ് CBI അന്വേഷണത്തിന് ആവശ്യപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ റെയ്ഡുകൾ, നിരവധി പേരുടെ അറസ്റ്റുകൾ, 2 മലയാളികൾ തന്നെ ഇതിൽ പെട്ടിട്ടുണ്ട്. ഒന്ന് വിജയ് നായർ, അദ്ദേഹം ഡൽഹിയിലെ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായിട്ടുള്ള മച്ച് ലൗഡർ ഓൺലിയുടെ മുൻ CEO ആണ് വിജയ് നായർ. അതോടൊപ്പം തന്നെ ഹൈദരാബാദിലുള്ള മറ്റൊരു മലയാളി അരുൺ രാമചന്ദ്രൻ പിള്ള. ഈ അരുൺ രാമചന്ദ്രൻ പിള്ള BRS നേതാക്കളുമായി, ചന്ദ്രശേഖർ റാവുവുമായി, കെ കവിതയുമൊക്കെയായി വളരെ അടുത്ത ബന്ധമുള്ള ആളായിരുന്നു. ഇവരൊക്കെ ഈ പണം മദ്യ കമ്പനികളിൽ നിന്ന് പണം വാങ്ങി ആം ആദ്മി പാർട്ടിക്ക് നൽകുകയും ഗോവ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പണം ഉപയോഗിക്കുകയും ചെയ്തു എന്നാണ് അന്വേഷണ ഏജൻസി CBI കണ്ടെത്തിയിരുന്നത്. എന്നാൽ ആം ആദ്മി പാർട്ടി ഇക്കാര്യങ്ങളെല്ലാം തള്ളിക്കളയുകയാണ്. രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിലാണ് ഇത്തരം നീക്കം കേന്ദ്ര ഏജൻസികൾ നടത്തുന്നത് എന്നാണ് അവർ ആരോപിക്കുന്നത്. ഏതായാലും ഈ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ഹാജരാകുമോ, എന്തായിരിക്കും അന്വേഷണ ഏജൻസികളുടെ നടപടി എന്ന് ഇന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു ദിലീപ് കുമാർ. 24 ഒബ്സർവർ ഇനി നാളെ. നിങ്ങൾക്കറിയുന്നത് പോലെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപാട് കാര്യങ്ങളുമായി 24 മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ 24 തെരഞ്ഞെടുപ്പ് പരിപാടികൾ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. വളരെ വിപുലമായി പരിപാടിയിൽ ഇന്നോട് തുടങ്ങും. 24 ഇലക്ഷൻ എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. ഇതിലെ 24 നമ്മുടെ 24 അല്ല, 2024 ഇയറാണ്.
അപ്പോൾ 24 ഇലക്ഷൻ എന്ന പേരിലുള്ള പരിപാടി അടുത്ത 2-3 മാസങ്ങൾ നമ്മുടെ പ്രേക്ഷകരുടെ സ്വീകരണ മുറികളിൽ തരംഗമാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഈ നാടിൻ്റെ ന്യൂസ് ഡെസ്ക് ആയി മാറുന്ന 24 തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളുടെ എല്ലാവിധമായ ആഗ്രഹങ്ങളും, അതായത് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള ആഗ്രഹങ്ങളും സാധിച്ചു തരാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള പോക്ക്. അപ്പം നമ്മളെ അറിയിക്കുക, നിങ്ങൾക്ക് എന്ത് വേണം എന്ന് പറഞ്ഞാൽ ആ രീതിയിലായിരിക്കും നമ്മുടെ യാത്ര. കാരണം ഈ യാത്ര നമ്മളൊരു കുടുംബം പോലെ ഒന്നിച്ച് നടത്തുന്ന ഒരു സംയുക്ത യാത്രയാണ്. നിങ്ങളുണ്ടെങ്കിൽ ഞാനുണ്ട്, ഞാനുണ്ടെങ്കിൽ നിങ്ങളുണ്ട്. അങ്ങനെ ഒന്നിച്ചുള്ളൊരു കുടുംബ യാത്രയാണ്, ഒരു ഫാമിലി ട്രൂ.